നമസ്കാരം. പത്രസമ്മേളനങ്ങൾ ആര് നടത്തുന്നതായാലും അതിൽ നിന്ന് വാർത്ത കിട്ടാനായി ചോദ്യങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുക എന്നത് എക്കാലത്തും നടക്കുന്ന ഒരു കാര്യമാണ്. അതിൽ കുടുങ്ങുന്ന നേതാക്കൾ പണ്ടും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സുലഭമാണ്. അത്തരത്തിൽ കുടുങ്ങിയ ഒരു ഗാന്ധിയൻ്റെ ചിത്രമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. ജി രാമചന്ദ്രൻ എന്ന ഗാന്ധിയൻ ഒരിക്കൽ എറണാകുളം പ്രസ് ക്ലബിൽ വന്നു. ആരാണ് ഈ രാമചന്ദ്രൻ? 1948 പട്ടം താണുപിള്ള ആദ്യം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഇദ്ദേഹം. ഇന്ത്യയിൽ തന്നെ എണ്ണപ്പെട്ട ഗാന്ധിയൻ. ആ സമയത്ത് ഖാദി കമ്മീഷൻ ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. ഖാദി കമ്മീഷൻ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ ചെയർമാൻ പ്രകീർത്തിച്ചു. പത്രക്കാർ കടലാസിൽ നോട്ട് കുറിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ചീഫ് റിപ്പോർട്ടർ കെ രാമചന്ദ്രൻ്റെ ചോദ്യം: ഒരു ഖാദി തൊഴിലാളിക്ക് ദിവസം എന്തു കിട്ടും? 30 മുതൽ 40 രൂപ വരെ. ഉൽപാദനത്തിൻ്റെ തോത് പോലിരിക്കും. കെ രാമചന്ദ്രനും വിട്ടില്ല. അദ്ദേഹം അപ്പോൾ പുലിയായി എന്നാണ് മറ്റൊരു പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന NN സത്യവ്രതൻ്റെ സാക്ഷ്യം. രാമചന്ദ്രൻ ചോദിച്ചു: നിങ്ങൾ വന്നിരിക്കുന്നത് ഖാദി സിൽക്ക് ധരിച്ചാണ്. വന്നത് വിദേശ കാറിലാണ്. ആ കാർ ഓടിക്കാൻ 10 കിലോമീറ്ററിന് 2 ലിറ്റർ പെട്രോൾ വേണം. തുച്ഛമായ വരുമാനമുള്ളവർക്ക് വേണ്ടി ഇങ്ങനെയാണോ സേവനം ചെയ്യേണ്ടത്? ഒരു നിമിഷം രാമചന്ദ്രൻ വല്ലാതെയായി. കസേരയിലിരുന്ന് അദ്ദേഹം പുളഞ്ഞു. രാമചന്ദ്രൻ എന്നിട്ടും വിട്ടുകൊടുത്തില്ല. അദ്ദേഹം അടുത്ത ആക്രമണത്തിലേക്ക് കടന്നു. എല്ലാവരും സാധാരണ പേനയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ പോക്കറ്റിൽ 2 പേനകൾ ഞാൻ കാണുന്നുണ്ട്. വിദേശ പേനകൾ. ഉരുവിടുന്നതും നിങ്ങൾ നാടാകെ പ്രചരിപ്പിക്കുന്നതും സ്വദേശി മന്ത്രം. ഇതെങ്ങനെ പൊരുത്തപ്പെടും? അനുഭവങ്ങളെ നന്ദി എന്ന തൻ്റെ പുസ്തകത്തിൽ സ്വദേശി പ്രമുഖൻ്റെ വിദേശ പ്രേമം എന്ന അധ്യായം NN സത്യവ്രതൻ സാർ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഗാന്ധിയൻ ജി രാമചന്ദ്രൻ എങ്ങനെയോ പുറത്തിറങ്ങി. ഒരിക്കൽ കേന്ദ്രമന്ത്രി AC ജോർജിനെ കാത്തിരുന്ന് നിശ്ചിത സമയത്തും മന്ത്രി എത്താത്തതിനെ തുടർന്ന് ഇറങ്ങിപ്പോയ മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററുടെ പത്രമാണ് മാതൃഭൂമി എന്ന് ഓർക്കണം. അന്ന് മാനേജിംഗ് എഡിറ്ററായിരുന്ന VM നായർ പറഞ്ഞത് ഇങ്ങനെ: എനിക്ക് ശമ്പളം തരുന്നത് മാതൃഭൂമിയാണ്. മന്ത്രിയെ കാത്തിരുന്ന് പാഴാക്കാനുള്ളതല്ല എൻ്റെ സമയം.